ഗൈസ്, അപ്പോൾ ടോപ്പ് 10 ഹെൽത്തി ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഫുൾ എന്തൊക്കെയാണ് അതിൻ്റെ ഗുണം കാര്യങ്ങൾ എല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നുണ്ട്. ഓക്കെ, ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ടോപ്പ് 10 ഹെൽത്തി ഫ്രൂട്ട്സ് ഏതൊക്കെയാണ്, അതിൻ്റെ എന്താണ് അതിൻ്റെ ബെനിഫിറ്റ്സ്, കാര്യങ്ങൾ, അതിനെന്താണ് ടിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ എല്ലാമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ എല്ലാം വിശദീകരിച്ച് പറയും. 10 മുതൽ 1 വരെയുള്ള നമ്പറിലാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് പറയാം. നിങ്ങൾ വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് കാര്യങ്ങളും ബെനിഫിറ്റ്സും എല്ലാം അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പിന്നെ അതിനുശേഷം ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ ഫ്രൂട്ട്സിൻ്റെ വാല്യൂ കാര്യങ്ങളും എല്ലാം നമുക്ക് നോക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് പറയാം. 10 മുതലാണ് ഞാൻ തുടങ്ങുന്നത്. ഓക്കെ, നമ്പർ 1 ഏതാണ് എന്ന് നിങ്ങൾക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ 10ാമത്തെ നമ്പറിൽ ഉള്ളതാണ് വാട്ടർമിലൻ. അതിൻ്റെ ബെനിഫിറ്റ്സ് ഹൈ വാട്ടർ കണ്ടൻ്റ് ആണ്, നല്ലൊരു ഫ്രൂട്ടാണ്, ഹൈഡ്രേറ്റിങ്ങിൻ്റെ ഫ്രൂട്ടാണ്. നമുക്ക് വെള്ളം നമ്മൾ കഴിക്കുമ്പോൾ വെള്ളം പോലെയല്ലേ അത് നമ്മുടെ ശരീരത്തിലോട്ട് പോകണം. ഹൈഡ്രേറ്റിംഗ്, വിറ്റാമിൻസും ആൻറ്റി ഓക്സിഡൻസും ഉള്ള ഫ്രൂട്ടാണ്, നല്ല ഫ്രൂട്ടാണ്. റിഫ്രഷിങ്, ലോ എനർജിയാണ്, റിഫ്രഷിങ് തരും, ലോ എനർജിയാണ്. പിന്നെ ഡെൻസിറ്റി ഓപ്ഷൻ ഉള്ള ഒരു ഫ്രൂട്ടാണ് അത് വാട്ടർമെലനാണ്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ഞാൻ ആലോചിച്ച് വരും അതുകൊണ്ട്. പക്ഷേ വാട്ടർമെലൻ ഡീറ്റോക്സ് ഒന്നും ചെയ്യുന്ന പോലെയുള്ള ഇതൊന്നും പറ്റൂല. ജസ്റ്റ് നമുക്ക് നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ഫ്രൂട്ടാണ് വാട്ടർമെലൻ. അതുകൊണ്ട് 10ാം സ്ഥാനത്ത് വാട്ടർമെലൻ. 9ാം സ്ഥാനത്ത് അവക്കാഡോ. ഫ്രൂട്ടാണെങ്കിലും മറ്റ് ഫ്രൂട്ട്സിനേക്കാൾ വ്യത്യസ്തമാണ്, പക്ഷെ ബെസ്റ്റാണ്. ഇതൊരു വേറൊരു സൈറ്റിൽ നിന്നാണ് ഞാൻ ഇത് എടുക്കുന്നത്. എൻ്റെ അവസ്ഥയിൽ ഞാൻ പറയുകയാണെങ്കിൽ അത് ടോപ്പിലാണ്. പക്ഷേ ഇതിൽ 9 എന്നാണ് ഇതിൽ പറയുന്നത്, വ്യത്യസ്തമാണ്. പക്ഷേ ഹെൽത്തിയാണ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റൊന്നുമില്ല, നല്ല പ്രോട്ടീൻ ഇതാണ്. പിന്നെ ഫൈബർ, പൊട്ടാസ്യം എല്ലാത്തിനും നല്ലതാണ്. കലോറീസിൽ കൂടുതലാണ്. അപ്പോൾ നിങ്ങളൊന്ന് പോർഷൻ അനുസരിച്ചൊന്ന് കഴിക്കാൻ നോക്കുക, കൂടുതൽ കഴിക്കാതെ ലിമിറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്, ഹാർട്ടിനും നല്ലതാണ്. അപ്പോൾ അതാണ് സംഭവം. പിന്നെ വരുന്നത് 8ാം സ്ഥാനത്ത് ബനാന. ബാഡ് ഫ്രൂട്ട് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ബനാന ബെസ്റ്റ് ഫ്രൂട്ടാണ്, പൊട്ടാസ്യത്തിന് നല്ലതാണ് ബെനഫിറ്റ്. പിന്നെ വൈറ്റമിൻ B6 കിട്ടും നമുക്ക്, കാർബോഹൈഡ്രേറ്റ്സ് ആവശ്യം തരും, എനർജി എല്ലാം ഉണ്ട് അതിൽ. എക്സസൈസ് ചെയ്യുന്നവർക്ക് നല്ലൊരു സ്നാക്കാണ് ബനാന. ഡയബറ്റിക്സ് ഉള്ളവർ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം പോർഷൻ അനുസരിച്ച്. ഓക്കെ, അതാണ് പറയുന്നത്. പിന്നെ 7ാം സ്ഥാനത്ത് വരുന്നതാണ് പോമഗ്രാനൈറ്റ്. നമ്മളെ ബ്ലഡിൻ്റെ സാധനമാണ് അത്. പോളിഫിനോൾസ് അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻസ് ബെനഫിറ്റാണ്. പിന്നെ ഫൈബറും മൈക്രോ ന്യൂട്രിയൻസ് അതെല്ലാം. ഓൾ സീഡ്സ് കഴിക്കുന്നത് ജ്യൂസിനേക്കാൾ നല്ല ഓപ്ഷനാണ്. ജ്യൂസ് അടിച്ച് കുടിക്കാതിരിക്കുക, അതല്ലാതെ തന്നെ ഫ്രൂട്ടായിട്ട് നമുക്ക് അതിനെ എടുത്ത് കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതിനെ എല്ലാത്തിനും പറയുന്നുണ്ട്. അപ്പോൾ 7ാം സ്ഥാനത്ത് പോമഗ്രാനൈറ്റ്. പിന്നെ 6ാം സ്ഥാനത്തുള്ളതാണ് കിവി. എന്ന് പറയുന്നത് ബെസ്റ്റ് വൈറ്റമിൻ സി ആണ്, സിട്രസ് ഫ്രൂട്ട് അല്ലേ. വൈറ്റമിൻ സി, ഫൈബർ, ആൻറ്റി ഓക്സിഡൻസ് എല്ലാം ബാലൻസ് ഡയറ്റിൽ നല്ലൊരു ഫ്രൂട്ടാണ് കിവി. എല്ലാവരും കഴിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ 5ാമത് പപ്പായ. വൈറ്റമിൻ സി, വൈറ്റമിൻ എ റിലേറ്റഡ് കരോട്ടിനോയിഡ്സ് ഒക്കെ അടങ്ങിയ ഒരു ഫ്രൂട്ടാണ്. ഫൈബർ, ലോ കലോറി ഫ്രൂട്ട് ഓപ്ഷനിൽ എടുക്കണമെങ്കിൽ പപ്പായയാണ്. പിന്നെ ഓവർ ഡയബറ്റിക് ഉള്ളവർ കഴിക്കാൻ പാടില്ല, ഇത്തിരി കഴിക്കുക. എല്ലാ ഫ്രൂട്ടും നല്ലതാണ്, പക്ഷെ ഓവറായിട്ടും അത് കഴിക്കാതിരിക്കുക. അപ്പോൾ ഇതാണ് 5ാം സ്ഥാനത്ത് പപ്പായ. 4ാം സ്ഥാനത്ത് ഗോവ. മോനെ, വൈറ്റമിൻ സി വളരെ നല്ല സോഴ്സാണ്, ഫൈബറും ആൻറ്റി ഓക്സിഡൻറ്റും. കേരളത്തിൽ ഈസി അവൈലബിൾ ആയ ഒരു ഫ്രൂട്ടും കൂടെയാണ് ഇത്, അത് നിങ്ങൾ ആർത്ത് വയ്ക്കുക. പിന്നെ എല്ലാത്തിനും കൊണ്ട് നല്ലതാണ്, ഇത് കഴിച്ചാൽ നല്ല ഒരു ഫ്രൂട്ടാണ്. അതുകൊണ്ട് 4ാം സ്ഥാനത്ത് അത്. ഇനി 3ാം സ്ഥാനത്ത് ബ്രോൺസ്. ആർക്കാണ് ബ്രോൺസ് എന്ന് നമുക്ക് നോക്കാം. ഓറഞ്ച് ബെസ്റ്റ് സിട്രസ് ഫ്രൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം. വൈറ്റമിൻ സി, ഫൈബർ, ഹൈഡ്രേഷൻ, ആൻറ്റി ഓക്സിഡൻസ് എല്ലാം ഉണ്ട് നമുക്കത്. ഹോൾ ഓറഞ്ച് ആണ് നിങ്ങൾ കഴിക്കേണ്ടത്, അല്ലാതെ ഫ്രൂട്ട്സ് കുടിക്കരുത്. അതിൻ്റെ അകത്ത് മധുരം ഇട്ട് കുടിച്ചിട്ട് നിങ്ങളുടെ ശരീരം തന്നെയാണ് ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക. അപ്പോൾ 3ാം സ്ഥാനത്തുള്ളത് ഓറഞ്ചാണ്, ബെസ്റ്റാണ്. പിന്നെ 2ാം സ്ഥാനത്ത് ബെറീസ്.
ബെറീസിൽ നമുക്ക് സ്ട്രോബെറി, ബ്ലൂബെറി ഇവരെ മാത്രമാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത്. ആൻറ്റി ഓക്സിഡൻറ്റ് തരും, വൈറ്റമിൻ സി തരും, ഫൈബർ തരും, ജനറൽ ന്യൂട്രിയൻറ്റ് തരും. ഫ്രഷ് അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രഷ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഫ്രോസൺ ആയിട്ട് ഉപയോഗിക്കുക, അതായിരിക്കും ഏറ്റവും നല്ല സോഴ്സ്. 2ാം സ്ഥാനത്ത് ബെറീസാണ്. അപ്പോൾ 1ാം സ്ഥാനത്ത് ആയിരിക്കും നിങ്ങൾക്കെല്ലാം അറിയാം, ആപ്പിൾ ആണ് 1ാം സ്ഥാനത്ത്. ബെനഫിറ്റ്, ഫൈബർ, വൈറ്റമിൻ സി, ആൻറ്റി ഓക്സിഡൻറ്റ്, ഫുൾനെസ്, നമ്മളെ വയറ്റിൽ നല്ലൊരു ഫുൾനെസ് തരും. ആപ്പിൾ കഴിക്കുമ്പോൾ നമ്മളെ വയറിന് ഫീലായതുപോലെ ഫീലാണ്. പീല് ചെയ്യാതെ, ഇതൊരു ടിപ്പാണ്, നിങ്ങൾ വെച്ചോ, പീല് ചെയ്യാതെ കഴിക്കുമ്പോൾ ഫൈബർ കൂടുതൽ ലഭിക്കും. അതിനെ കളയാതെ, പീല് ചെയ്യാതെ കഴിക്കുക. നന്നായി കഴുകിയിട്ട് കഴിക്കുക, ഇല്ലെങ്കിൽ അണുക്കളും കാര്യങ്ങളെല്ലാം കാണും. നല്ല രീതിയിലൊന്ന് കഴുകുക, പീല് ചെയ്യാതെ തന്നെ കട്ട് ചെയ്യുക. അതിൻ്റെ പോഷൻ കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ടോപ്പ് 10 ഹെൽത്തി ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നെന്ന് പറഞ്ഞു തരാം. 10ാമത് വാട്ടർമിലൻ, 9ാമത് അവക്കാഡോ, 8ാമത് ബനാന, 7ാമത് പോമഗ്രാനേറ്റ്, 6ാമത് കിവി, 5ാമത് പപ്പായ, 4ാമത് ഗോവ, 3ാമത് ഓറഞ്ച്, 2ാമത് ബെറീസ്, 1ാമത് ആപ്പിൾ. ഇതാണ് കണക്ക്. അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് നല്ല ഫ്രൂട്ട്സുകളാണ്, അതൊക്കെ അതിൻ്റെ അനുസരിച്ച്. അപ്പോൾ ഒരു ഫ്രൂട്ട് മാത്രം കഴിച്ച് ഹെൽത്തി പെർഫെക്റ്റ് ഒന്നും ആക്കാൻ കഴിയില്ല. വെറൈറ്റിയാണ് പ്രധാനപ്പെട്ടത്. ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഫ്രൂട്ട് മാറി മാറി നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. ഹോൾ ഫ്രൂട്ടാണ് തിരഞ്ഞെടുക്കാൻ മാക്സിമം നോക്കേണ്ടത്, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഇതാണ് എനിക്ക് പറഞ്ഞുതരാനുള്ളത്. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ബെസ്റ്റ്, നിങ്ങളെ ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കഴിക്കുന്ന ഏതാണ് എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഈ വീഡിയോ നല്ല യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഹെൽത്തി ഫ്രൂട്ട്സിൻ്റെ ഒരു കാറ്റഗറി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി ബ്ലോഗുമായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും